നിമിഷങ്ങളിലാണ് ഞാൻ എൻ്റെ യേശുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഞാൻ പ്രയാസങ്ങളുടെ നടുവിൽ യോർദാന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കൊന്നറിയാം, ഈ യോർദാൻ രണ്ടായി മാറുമെന്ന് ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നോർത്തോ, ഏറ്റവും കൂടുതൽ ഞെരുങ്ങുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നാം ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. അടുത്ത വരി പ്രകാരം, ഞാൻ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, ഓ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമുക്ക് വാഴ്ത്തി സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ അവൻ്റെ ശക്തി ഇവിടെ ഇറങ്ങുക തന്നെ ചെയ്യും. അവൻ്റെ ശക്തി ഇവിടെ ഇറങ്ങിയാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനായി സാധിക്കുമോ? ശലോമോൻ രാജാവിന് സാധിക്കുമെങ്കിൽ എനിക്കും നിനക്കും സാധിക്കും. അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അന്ന് ആ ആലയത്തിൽ ഇറങ്ങിയ ദൈവശക്തി ഇന്ന് നമ്മുടെ മധ്യേയും ഇറങ്ങും. നാം സഭയിൽ കടന്നു വന്നാൽ മൗനമായിരുന്നിട്ട് കടന്നു പോകുവാനല്ല, ഈ ദൈവത്തെ സ്തുതിക്കണം. അവൻ നമുക്ക് ചെയ്യുന്ന നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അങ്ങനെയെങ്കിൽ അവൻ ചില പുതിയ പണികൾ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കും. ക്രിസ്തു തലയാകുന്നത് പോലെ നിന്റെ ഭർത്താവിനെ തലയായി കാണുവാൻ സാധിക്കുമെങ്കിൽ നിന്റെ കുടുംബം പണിയപ്പെടും. നീ ജയിക്കുന്നുവെങ്കിൽ ആലയത്തിൻ്റെ തൂണാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചില കുടുംബത്തിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആണെങ്കിൽ ഇന്നു മുതൽ അത് മാറാൻ പോവുകയാണ്. ചില കുടുംബ ജീവിതങ്ങളിൽ റിസ്റ്റോറേഷൻ നടക്കട്ടെ. നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കർത്താവ് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പണിയുന്നത് കർത്താവ്. നീ റെഡിയായിട്ട് നിന്നുകൊടുത്താൽ മതി, കർത്താവ് പണിഞ്ഞോളും. ചിലത് ആത്മാവിൽ കാണണം, ചിലത് ആത്മാവിൽ ഇന്ന് പ്രവചിക്കണം. ഹല്ലേലൂയ! നീ കാണാത്തതിനെ കണ്ടതുപോലെ പ്രവചിക്കണം. നിന്റെ മേൽ ശാപമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയണം, യേശു എന്റെ ശാപം ഏറ്റെടുത്തു.